മനോരമയെ കുറിച്ച് എനിക്കറിയാലോ. മനോരമ ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ സഹായിക്കാൻ വേണ്ടി വന്നത് നമ്മൾ തെറ്റിച്ചുള്ളത്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു വാക്ക് നന്നായിട്ടൊന്ന് വീട് കിട്ടിയാൽ അതിന്ന് നന്നായിട്ട് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അവര്. ഈ മനോരമയുടെ ഏറ്റവും വലിയ മുതലാളി തലതത്വം പറഞ്ഞിട്ടുള്ള കാര്യം അറിയൂ. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഞാനും എന്റെ കുടുംബവും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ കുടുംബക്കാരാ മലയാള മനോരമ കുടുംബക്കാര്. അവര് നമ്മളെ കുറിച്ച് ഒരു അക്ഷരം നല്ലത് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളെ കുറിച്ച് ഒരു വാക്ക് അനുകൂലമായിട്ട് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ കേരളത്തിലെ സർവ്വ മാധ്യമങ്ങളും അവരെല്ലാവരും കൂടെ ചേർന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഗവൺമെന്റിനെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമത്തിലായി ഏർപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്ന് 2021 ഒരു പരിശ്രമിച്ചു നോക്കിയത്. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. UDF ഗവൺമെന്റ് കാലത്ത്, കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് നിന്നുപോയ വളരെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അതിനാണ് ഈ ദേശീയപാത വികസനം വരുന്നത്. ആഫീസെല്ലാം അടച്ചുപൂട്ടി ഇവിടെ ഇത് നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് NHAI പോയതാണ്. പിന്നെ NHAI തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അവരുമായിട്ട് ചർച്ച ചെയ്തു. സാധാരണ ദേശീയപാതയുടെ വികസനത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ദേശീയപാത വികസന അതോറിറ്റിയാണ്, NHAI ആണ്. ഇവിടെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം. ദേശീയപാത വികസന അതോറിറ്റി അങ്ങനെ കൊടുക്കാൻ വേണ്ടി തയ്യാറില്ല. അവർ പറയുന്നത് കർണാടകത്തിലും ആന്ധ്രയിലൊക്കെ കൊടുക്കുന്ന തുക മാത്രം ഇവിടെയും കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ തുക കൊടുത്താൽ ഇവിടെ ആരും ഭൂമി കൊടുക്കുകയാണ്. കാരണം ഇവിടെ ഡെൻസിറ്റി പോപ്പുലേഷൻ അത്ര ഏറെയുണ്ട്. ദേശീയപാതയുടെ സൈഡിൽ തന്നെയാണ് കടയും വീടും എല്ലാം തന്നെ ആളുകളുടെ. ഇപ്പൊ തമിഴ്നാട്ടിൽ ചെന്നാൽ, കർണാടകത്തിൽ പോയാൽ, ആന്ധ്രയിൽ പോയാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ദേശീയപാതയുടെ സൈഡിലൊന്നും അത് വെറും തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. നോക്കത്താ ദൂരത്തോളം ജനങ്ങൾ താമസിക്കാത്ത പ്രദേശമാണ്. ഇടയ്ക്കിടയ്ക്ക് ചില പട്ടണങ്ങൾ കാണാം, അത്രയേ ഉള്ളൂ. ഇവിടെ പട്ടണമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ് ഏതാണ്ട് 5000-ൽ പരം കോടി രൂപ, അതായത് 6000-ഓളം കോടി രൂപ ദേശീയപാത വികസന അതോറിറ്റി അവർക്ക് 4-3 അവരും 4-1 നമ്മളും കൂടെ ഇട്ടുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കയറുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. 2026 അവസാനിക്കുമ്പോൾ ഏതാണ്ട് ദേശീയപാത വികസനം നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാകുന്ന രീതിയിലാകും. പണ്ട് നിന്നുപോയ പല പദ്ധതികളും എല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വികസനത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ സഹ വിജയകുമാരോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, വലിയ റോഡുകളും പാലങ്ങളും ബഹുനില മന്ദിരങ്ങളും പണിയൊക്കെ മാത്രമാണ് വികസനം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചപ്പെട്ടുണ്ടാവുക, പട്ടിണി ഇല്ലാത്തതായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, വികസനത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 62 ലക്ഷം അച്ഛനമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. 62 ലക്ഷം അച്ഛനമ്മമാർക്കാണ്. ഒരു മാസം ഏതാണ്ട് 13,000 കോടി രൂപയാണ് ഈ 62 ലക്ഷം അച്ഛനമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു മാസം ചെലവഴിക്കുന്നത്. 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. വികസനത്തിൽ ചെറിയ വീടും വരും. ഒരു വീടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഒരു 400-500 സ്ക്വയർ ഫീറ്റിലെ വീടായിരിക്കാം അത്. പക്ഷെ അടച്ചുറപ്പുള്ളൊരു വീടാണ്. 5 ലക്ഷം ആളുകൾക്കാണ് ലൈഫ് എന്ന ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ വീട് വെച്ച് കൊടുത്തത് നമ്മുടെ സംസ്ഥാനത്ത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എത്രമാത്രം മെച്ചപ്പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കട്ടായിക്കണ സ്കൂളിൽ നോക്കി എന്തൊരു മാറ്റമാണ് കഴിഞ്ഞ 10 വർഷത്തിന് ഇവിടെ വന്നിട്ടുള്ളത്. കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി നോക്ക്. ഞാൻ ഇന്നലെ ശ്രീകാര്യം ഹൈസ്കൂളിലെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് ആ ശ്രീകാര്യം ഹൈസ്കൂളിൽ വന്നിരിക്കുന്നത്, കഴക്കൂട്ടത്ത് വന്നിരിക്കുന്നത്, ആറ്റിക്കൽ, കുളത്തൂർ വന്നിരിക്കുന്നത്. എല്ലാ സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഏതാണ്ട് 6000-ൽ പരം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാനായിട്ട് നമ്മൾ ചെലവഴിച്ചത്. നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ ഏതാണ്ട് 132 ക്ലാസ് മുറികൾ AC ക്ലാസ് മുറികളാണ്. നമ്മുടെ മക്കൾ ഇന്ന് പഠിക്കുന്ന ക്ലാസ് മുറി ഈ നമ്മുടെ കട്ടൈക്കോള UP സ്കൂളിലുമുണ്ട് AC ക്ലാസ് മുറികൾ. അങ്ങനെയുള്ള ക്ലാസ് മുറികളാക്കി പാഠപുസ്തകമൊക്കെ കൃത്യമായിട്ട്, എന്നുവെച്ചാൽ 6 മാസത്തോടെ പാഠപുസ്തകം കൊടുക്കുകയാണ്. എപ്പോഴാണ് പാഠപുസ്തകം കിട്ടുന്നത്? ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ പോലും പാഠപുസ്തകം കൊടുത്തു തുടങ്ങുകയാണ്. അക്കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഓണപരീക്ഷയുടെ സമയത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് കുട്ടികളെ ചില അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഫോട്ടോസ്റ്റാറ്റ് പഠിപ്പിക്കുക. ഇന്നങ്ങനെയാണോ? 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം 9ാം ക്ലാസ്സിന്റെ അവസാനം 9 കൊടുക്കുകയാണ്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം മുൻകൂറായിട്ട് കൊടുക്കുകയാണ്. 2 ജോഡി വസ്ത്രം കൊടുക്കുകയാണ്. ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ
മെച്ചപ്പെട്ട തരത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ കൊടുക്കുന്നത്. ഒരു കുഞ്ഞു പോലും പട്ടിണി കിടന്നുകൊണ്ട് പട്ടിണി ഇരുന്നുകൊണ്ട് സ്കൂളിൽ വരുന്നില്ല. വികസനത്തെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടിലാണ്. ആരും പട്ടിണി ഇപ്പോൾ നോക്കൂ, നമ്മുടെ കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് നമ്മളെല്ലാം ശ്രദ്ധിച്ചതല്ലേ, അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതിദാരിദ്ര്യമില്ലാത്ത 62,004 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, അതിദാരിദ്ര്യമുള്ള കുടുംബങ്ങൾ കേരളത്തിൽ. കഴിഞ്ഞ 3-4 വർഷക്കാലമായി ആ 62,004 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള വികസന പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മൈക്രോ പദ്ധതികൾ, ദീർഘകാല പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറി എന്നുള്ളത് ചെറിയ കാര്യമാണ്. അങ്ങനെ നമ്മുടെ സംസ്ഥാനം വലിയ മുന്നേറ്റത്തിലാണ്. 3-ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്രചാര വേലകളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പറഞ്ഞ SIRന്റെ കാര്യം. നിങ്ങൾക്കറിയാലോ, പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ BJP പാസ്സാക്കി. ആ പൗരത്വ ഭേദഗതി നിയമത്തെ നമ്മുടെ രാജ്യത്ത് ശക്തിയായിട്ട് എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്, നമ്മുടെ പാർട്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ്. പൗരന്റെ പൗരത്വം നിശ്ചയിക്കാനുള്ള അവകാശം മതമാകരുത് എന്ന് പറഞ്ഞ പാർട്ടി നമ്മുടെ പാർട്ടിയാണ്. ആരാണ് പൗരൻ? ഇന്ത്യയിൽ ജനിക്കുന്നവരെല്ലാം ഇന്ത്യക്കാരന്മാരാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായിട്ടുള്ള പരിശ്രമമാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പാർലമെന്റ് അകത്തും പുറത്തും എതിർക്കാൻ കഴിയുന്ന എല്ലാ സ്ഥലത്തും ശക്തിയായിട്ട് എതിർക്കാൻ വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് നമ്മുടേത്. കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് SIR കൊണ്ടുവന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ള പേരിൽ കുറെ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുക. അത് ആരുടെ തലയിൽ കെട്ടിവെച്ചു? അത് നമ്മുടെ ഗവൺമെന്റ് ആണെന്ന് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പാവപ്പെട്ട മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പാവപ്പെട്ട മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ അവരുടെ പ്രചരിപ്പിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം. കള്ളപ്രചാരമല്ല, മാധ്യമങ്ങളെല്ലാം ഇടവയിലാണല്ലോ, നിങ്ങൾക്കറിയാലോ. 99.99% മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ കൈകളിലാണ്. ഏഷ്യാനെറ്റിന്റെ മുതലാളി ആരെന്നറിയാലോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ് ഏഷ്യാനെറ്റ് മുതലാളി. മനോരമയെ കുറിച്ച് എനിക്കറിയാലോ. മനോരമ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ സഹായിക്കാൻ വേണ്ടി വന്നത് നമ്മൾ തെറ്റിച്ചത്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു വാക്ക് നന്നായിട്ടൊന്ന് വീട് കിട്ടിയാൽ അതിന്ന് നന്നായിട്ട് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അവര്. ഈ മനോരമയുടെ ഏറ്റവും വലിയ മുതലാളി തലതൊട്ടപ്പം പറഞ്ഞിട്ടുള്ള കാര്യം അറിയൂ? കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഞാനും എന്റെ കുടുംബവും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ കുടുംബക്കാരാ മലയാള മനോരമ കുടുംബക്കാര്. അവർ നമ്മളെ കുറിച്ച് ഒരു അക്ഷരം നല്ലത് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളെ കുറിച്ച് ഒരു വാക്ക് അനുകൂലമായിട്ട് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ കേരളത്തിലെ സർവ്വ മാധ്യമങ്ങളും അവരെല്ലാവരും കൂടെ ചേർന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഗവൺമെന്റിനെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്ന് 2021 ഒരു പരിശ്രമിച്ച് നോക്കിയതാണ്. 2021 നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആരാ ബഡ്ജറ്റ്? അത് അന്നത്തെ ധനമന്ത്രി ആരാ? തോമസ് ഐസക്. അന്ന് പ്രതിപക്ഷം പറഞ്ഞെന്താണെന്നറിയാമോ? ഈ ബഡ്ജറ്റിലൂടെ ഒരുപാട് ബാധ്യത വരാൻ വേണ്ടി പോകുന്ന, ഞങ്ങളാ വരാൻ വേണ്ടി പോകുന്നത്. ആരാ വരാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾ UDF വരാൻ വേണ്ടി പോവാണ്. 21 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ ബഡ്ജറ്റിൽ ഒരുപാട് ബാധ്യതകൾ എടുത്തു വെച്ചേക്കുന്നതാണ് പറഞ്ഞത്. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ ഇതിന്റെ അധികാരത്തിൽ വരും, ഈ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഈ ബഡ്ജറ്റിൽ പറഞ്ഞ വിജയകുമാർ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മറന്നോ? നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടല്ലോ ഇവിടെ, ധാരാളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ അടയാളപ്പെടുത്തി ഒരു ബഡ്ജറ്റ് ഉണ്ടായിട്ടുണ്ടോ? അവരുടെ കയ്യിലിരിക്കുന്നത് ഈ ഓട്ടോ കൊണ്ടുവന്ന് ഗവൺമെന്റ് കൊടുത്താൽ, ഓട്ടോ കൊണ്ടുവന്ന് കൊടുത്താൽ 40,000 രൂപ ഈ ഓട്ടോ മാറ്റി ഈ ഓട്ടോ ആക്കുന്നതിന് വേണ്ടി, ഈ ഓട്ടോ ആക്കുന്നു ഇലക്ട്രിക്കൽ ഓട്ടോ ആക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി കൊണ്ടുകൊടുത്ത് 40,000 രൂപ സബ്സിഡി കൊടുക്കും. അത് മാത്രമാണോ? ബാക്കി പൈസ ദേശസാൽകൃത ബാങ്കിൽ പോയി വായ്പ എടുക്കുകയാണെങ്കിൽ 2% പലിശ ഗവൺമെന്റ് കൊടുക്കും. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുകയാണ്. പ്രധാനപ്പെട്ട ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളൊക്കെ തന്നെ ആധുനികമായിട്ടുള്ള സ്റ്റാൻഡുകൾ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പെടുന്ന IT മേഖലയിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഒക്കെ പെടുന്ന എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിക്കുക. അപ്പോഴാ പറയുന്നത് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഭാരം മുഴുവൻ ഞങ്ങൾക്ക് താങ്ങേണ്ടി വരുമെന്ന്. നിങ്ങളെങ്ങനെ താങ്ങണ്ട?
പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമ പടയോടും ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ വല്ലാതെ വിഷമിക്കേണ്ട. ഈ രാജ്യത്തിലെ ജനങ്ങൾ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും 2021 പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയനെയും വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഉറപ്പായിട്ട് വരും. വിഷമിക്കൊന്നും വേണ്ട, ഒട്ടും വിഷമിക്കേണ്ട. ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിലും നിരീക്ഷണത്തിലും നടക്കുന്നതായിട്ടുള്ള കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്ന വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നും ഒന്നും പറയുന്നില്ല. ഞാൻ സംബന്ധിച്ചു പറയേണ്ട കാര്യങ്ങൾ നിങ്ങളെയാണ് ഞാൻ സ്വകാര്യമായിട്ട് പറയും. ഞാൻ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു വലിയ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടമാണ് വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്. ഇന്ത്യ പറഞ്ഞില്ലേ, നമ്മുടെ 15 വോട്ടിന് തോറ്റു, 2 വോട്ടിന് തോറ്റു, 10 വോട്ടിന് തോറ്റു, 25 വോട്ടിന് തോറ്റു. യഥാർത്ഥത്തിൽ നമുക്ക് 50 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു, 60 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു. നമ്മുടെ ഓരോ സ്ഥലത്തും നോക്കിയാലും നമ്മുടെ വോട്ടിങ് ഒന്ന് ധാരാളം ചെയ്യാനുണ്ട്. ആ വോട്ടർമാർ വന്ന് ചെയ്തിരുന്നുവെങ്കിൽ തിരുവനന്തപുരം നഗരസഭ നമുക്ക് നഗരസഭ നഷ്ടപ്പെട്ടതിൽ വിഷമങ്ങളില്ല. നഗരസഭ നഷ്ടപ്പെട്ടപ്പോൾ എന്തൊരു അഹങ്കാരമാണ് ബി ജെ പിക്ക്. കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തന്നില്ല. ബഡ്ജറ്റ് അവതരിച്ചു, ആമയും തന്നു, തേങ്ങയും തന്നു. നമ്മുടെ അച്ഛൻ ഒരു ബഡ്ജറ്റിൽ ആമയെ തരിക ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആമ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നു, പിന്നെ തേങ്ങാ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കും. കോടാനുകോടി ഉറുപ്പികയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചോ. ഇവിടെ വിഴിഞ്ഞം പദ്ധതി, അതിന് ഈ കഴിഞ്ഞ മാസം 64 കപ്പല വന്നു പോയത് വിഴിഞ്ഞിട്ട്. കഴിഞ്ഞ ഒരു മാസം ജനുവരി മാസത്തെ 64 കപ്പൽ വന്നു പോയത് ലോകത്തിന്റെ തന്നെ ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. ഒരു മാസം 64 കപ്പൽ വിഴിഞ്ഞം പോലൊരു തുറമുഖത്തിൽ വന്ന് പോവാന്ന് പറയുന്നത്. അതിനൊരു പൈസ നീക്കി വെച്ചിട്ടില്ല. എയിംസിന്റെ കാര്യം പറഞ്ഞു. ഇന്ന് ആരോഗ്യ മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മൾ അമേരിക്കൻ ഐക്യദാർഢ്യത്തിന് മുന്നിലാണ്. 1000 കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമ്പോൾ 5 കുഞ്ഞുകൾ മാത്രം മരിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. അമേരിക്കയിൽ പോലും 5.6% വികസിത രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ. ഇന്ത്യയുടെ ശരാശരി എന്ന് പറയുന്നത് 27ആണ്. 1000 പേര് ജനിക്കുമ്പോൾ 27 കുഞ്ഞുങ്ങൾ മരിക്കുന്നതാണ് ഇന്ത്യയിൽ ശരാശരി എന്ന് പറയുന്നത്. യുപിയിൽ, ഉത്തർപ്രദേശിൽ 25 കുട്ടികൾ മരിക്കുന്നത്. നമ്മുടെ ഇവിടെ 5 കുട്ടികളാണ്. അതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത. ആ ആരോഗ്യ മേഖല കെഞ്ചി ആവശ്യപ്പെട്ടിട്ട് പോലും നമുക്ക് എയിംസ് തന്നില്ല. എന്തൊരു വിരോധപരമായിട്ടുള്ള സമീപനമാണ്. സ്വാഭാവികമായിട്ടും മലയാളികളായിട്ടുള്ള നമ്മൾ ചോദിക്കണ്ടേ, എന്താണ് ഈ കേരളം, മലയാളികൾ ഇന്ത്യയുടെ ഭാഗമല്ലേ? നമ്മൾ ആ ചോദ്യം ചോദിക്കട്ടെ. ബി ജെ പിക്കാർ തെക്കും വടക്കും നടക്കുന്നുണ്ടല്ലോ, നമ്മളെല്ലാം വീടുകളിൽ വോട്ട് വെച്ച് വരുന്നുണ്ടല്ലോ. നമ്മൾ കൊടുക്കുന്നത് നികുതി പണമല്ലേ? നമ്മുടെ നികുതി പണത്തിന്റെ നമുക്ക് അർഹതപ്പെട്ടതുപോലും കേന്ദ്രം നൽകുന്നില്ലല്ലോ. 1 ലക്ഷം കോടിയല്ലേ നികുതി പണത്തിൽ ഇനിയും നമുക്ക് നൽകാനുള്ളത്. അതുകൂടെ കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ പെൻഷൻ ഉണ്ടല്ലോ 2500 നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചേനെ. നമുക്ക് അർഹതപ്പെട്ട നികുതി പെൻഷൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ? നമ്മളെ അവഗണിക്കുകയല്ല, അപമാനിക്കുകയാണ്. മലയാളിയെ അപമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റേ ചെയ്തിട്ടുണ്ടല്ലോ, മെട്രോമാൻ പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? അദ്ദേഹം അവിടെ ഒരു ഓഫീസൊക്കെ തുറന്നു അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണെന്ന് മാത്രമാണ്. നമുക്ക് അതിവേഗ റെയിൽവേ, 7 സംസ്ഥാനങ്ങൾക്ക് അതിവേഗ റെയിൽവേ കൊടുത്തു. നമ്മൾ എത്രയോ കാലമായി കേരളയിലെ കാര്യം പറയാൻ. കേരളയിൽ കുറ്റിപ്പുഴ നടന്നവന്മാരാണ് കോൺഗ്രസ്സുകാരന്മാർ. കേരളയിൽ കുറ്റിപ്പുഴ നടന്നവരാണ് കോൺഗ്രസും ബി ജെ പിക്കാരും കൂടെ. മഞ്ഞക്കുറ്റിപ്പില്ലായിരുന്നു ജോലി എന്ന് പറയുന്നത്. നമ്മളെന്താ പറഞ്ഞത്? നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് യഥാർത്ഥത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് കേരളയിൽ എന്ന് പറയുന്നത്. ദീർഘദൂര യാത്ര ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിച്ചതായിട്ടുള്ള ദീർഘദൂര യാത്ര വന്ദേ ഭാരത് പോലുള്ള സർവീസുകളിൽ 150-160% ഓക്കുപൻസി റേറ്റ് എന്ന് പറയുന്നത്. 100 സീറ്റിന് 160-170 പേര് ബുക്ക് ചെയ്യാണ്, പൈസ തിരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടുകാർ, മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരം ദീർഘദൂര യാത്ര, ട്രെയിൻ യാത്ര സ്പീഡിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് മലയാളി. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. കേരളത്തിന്റെ കുറ്റിയെല്ലാം പിഴുത് കേരളയിൽ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നതാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഇത് തുരങ്കപാത 1000 കോടിയുടെ പദ്ധതി അവിടെ തുടങ്ങി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാ, അനുവദിക്കുന്ന പ്രശ്നമില്ല, തുരങ്കപാത ഞങ്ങൾ അനുവദിക്കുകയാണ്, ഒന്നും ചെയ്യാൻ സമ്മതിക്കരുതെന്നാ പറയുന്നത്. പക്ഷെ ഈ നാടിന്റെ നല്ല ഭാവിയെ മുൻനിർത്തി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്നിൽ അണിനിരക്കാൻ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ജനങ്ങളെ പ്രചരിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ തെരഞ്ഞെടുപ്പ് രംഗം നമ്മെ സംബന്ധിച്ചിടത്തോളം തീക്ഷ്ണമായിട്ടുള്ള, കേരളത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി നമ്മുടെ ആരുടെയും കാര്യമല്ല. ഈ 10 വർഷം 2021 നമുക്ക് വീണ്ടും അധികാരം ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
2016 മുതൽ നമ്മൾ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളെയും ഒരു തർക്കമായിരുന്നില്ല. അങ്ങനെയല്ലേ അവർ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ലൈഫ് പദ്ധതി അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ ഞങ്ങൾ ഇല്ലാതാക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല. 2021 നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നത് കൊണ്ടാണ് ഈ നാട് ഈ നിലയിലേക്ക് പുരോഗമിച്ചത്. ഈ നിലയിൽ നാട്ടിന് മാറ്റം ഉണ്ടായത്. ഒരു വട്ടം കൂടെ നമ്മൾ അധികാരത്തിൽ വരേണ്ടത് ഈ നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഉടനെ തന്നെ ഏർപ്പെട്ടു തുടങ്ങാൻ നമ്മുടെ ഈ പ്രദേശത്തെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ നൽകുന്നതായിട്ടുള്ള സ്വീകരണത്തിന് അഡ്വാൻസ് ആയിട്ട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.